ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കാലത്തുണർന്നു ഗുരുപാദയുഗ്മം സ്തുതിച്ചും കാലും മുഖം കഴുകി നല്ല വിഭൂതി ചാർത്തി കാലാരി തൻ്റെ തിരുനാമ ജപങ്ങളാലേ കാലം കഴിക്കുമവനോ ബഹുഭാഗ്യശാലി. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഇന്ദ്രിയ നിഗ്രഹമന്യരാഗാദിയാൽ ചന്നലോപം നിദ്ര പോലും ഭജിക്കാതെ സർവദാ സന്ദേഹം വിശ്വാസവും സർവദാ ദുഃഖമേയുള്ളു ധനികൾക്കും രാജചോരാഗ്നി സ്വജന പശുപക്ഷി യാചകകാല ഭേദ ആദികൾ തന്നാലും പ്രാണനേക്കാളും പ്രിയമർത്ഥമായതും മൂലമനേകം അനർത്ഥം നരന്മാർക്കും ആകയാൽ പ്രാണാർത്ഥമെല്ലാം ഉപേക്ഷിച്ചും ബോധികളായ വിദ്വാൻമാർ വസിക്കുന്നു. വണ്ടും പെരുമ്പാമ്പു രണ്ടുപേർ തന്നെയും കണ്ടവർ വൃത്തിയും ജ്ഞാനികൾ വൃത്തിയും ചിത്തേ വിചാരിച്ചെനിക്കു വൈരാഗ്യവും ഇത്തരം വന്നതിവർ മമ സൽഗുരു പുഷ്പത്തിലുള്ള മധുവനെടുത്തുൾ പ്രേമമോട് അന്യപുഷ്പത്തിൽ വച്ചിട്ടും ഒക്കെയും കൂട്ടി ഭുജിക്കാമെന്നോർത്തു വെക്കമേ മറ്റന്യപുഷ്പേ ഗമിച്ചിടും അപ്പോഴുതന്യ മധുവൻ വിരവോട് ഉൾപ്രേമമോടുണ്ടുപോകും മധുവിനെ. ഇത്തരം പോലെ മനുഷ്യർ എല്ലാവരും വിത്താദികൾ പ്രയാസപ്പെട്ടു നേടിവച്ച് അന്യജനം പറിച്ചിടും പല വഴി. പിന്നെയും ദുഃഖിക്ക തന്നെ ഫലം നൃണ എന്നതുപോലെ പ്രവൃത്തി ആത്മസുഖം വന്നിടുവാൻ പല യത്നങ്ങൾ ചെയ്യുന്നു. അജ്ഞാനമൂലം സുഖമറിയാകയാൽ വിജ്ഞാനമെന്നെ പ്രയത്നപ്പെടുന്നിതും ആയതുകൊണ്ട് പോകാർത്ത പ്രയത്നങ്ങൾ ചെയ്തു പോരും. നിവർത്തിയാത്മസുഖം വൃത്തിപ്രവർത്തിയാൽ രക്ഷിക്ക വേണ്ടതില്ല. എത്തുവാനുള്ളതെത്തും പോകയില്ലവ ഭീമമാകും പെരുമ്പാമ്പു കിടക്കുന്നത്. ആമോദമോട് ഭോഗങ്ങൾ ഭുജിക്കുന്നു അല്പമായും ബഹുവായും ദിവാനിശം എപ്പോഴെന്നാലും അവനാത്മാനേന ഏതു പ്രകാരത്തിങ്കലൊതൊക്കെയും ഉൾപ്രേമമോടു സുഖിച്ചു വസിക്കുന്നു. പട്ടും മരപുരി തോലോടു വസ്ത്രങ്ങൾ ഇഷ്ടമേതെങ്കിലും കിട്ടിയാൽ സൗഖ്യമാം പ്രാസാദമെത്തമേലൊട്ടും നിലത്തുമാ പാസാദി ഭസ്മത്തിലാകാങ്കുശയിലും സ്ഥാനവിഭൂഷണാലങ്കാരമായിക്കൊണ്ട് മാനമോടെ രഥയാനമോരോന്നിലും ഒത്തു നടന്നുമീ വണ്ണം ഓരോ തരം പുഷ്ടമോദം നമസ്കാരം തിരസ്കാരം നിന്ദാസ്തുതികൾ ഇവയൊന്നും ഇല്ലാതെ
അന്നേരവും പരമാത്മാവിലൈക്യത്തെ ഇച്ഛിച്ചു പോരുന്ന ഭേദം ഉദിക്കുമ്പോൾ ഇച്ഛാദി സർവവും മനസ്സേ അർപ്പിച്ചും ഈശൻ വിരാട്ടിങ്കൽ ഹോമിപ്പതും മനം വൈകാരികനാം വിരാട്ടിനെ മായയാല് വൈകാരമായേ ആത്മാനുഭൂതിയിൽ ഹോമിച്ചു കായാത്യ അലങ്കാരം ഒക്കവേ ഹോമിച്ചു നിർഗുണാത്മാവിൽ സമസ്തവും നിർഗുണാതീതമായുള്ള സുഖത്തോടും നിർഗമിക്കുന്നു സുഖാത്മാവതായി ഞാൻ എത്രയും കൂടം മമ സുഖമാമിതു മുക്തമായി ഭഗവാൻ തന്നോടിതൊക്കെയും ഭക്തപ്രവരിൽ മുമ്പനല്ലോ ഭവാന് മുക്തിസുഖത്തിൽ വരമില്ല മറ്റൊന്നും ഇത്തരം മാമുനി ചൊന്നതു കേൾക്കയാൽ ഭക്തനാം പ്രഹ്ലാദൻ ആനന്ദചിത്തനായി വന്നിച്ചു പൂജിച്ചു മാമുനി തന്നെയും നന്നായി തൊഴുതു മാതൃന്മാരുമായി വന്നു തന്നെ മന്ദിരം പൂക്കും വസിച്ചിതു കർമ്മികളായിട്ടിരിക്കും ഗൃഹസ്ഥർക്കു നിർമ്മല ഭക്തി വരുവാൻ അരുൾ ചെയ്യുക എന്നതു കേട്ടു പറഞ്ഞു മുനീന്ദ്രനും മന്നവനായ ധർമാത്മജനോടിതം നല്ല കർമ്മങ്ങൾ ചെയ്തെല്ലാം ഭഗവാങ്കൽ നല്ലവണ്ണം സമർപ്പിക്ക ഗൃഹസ്ഥന്മാര് സജ്ജനഭക്തരായ ഈശ്വരാ സൽക്കഥ അർജുനാത്മന കേൾപ്പിക്ക ഭക്തിയും പുത്രധാരാദികൾ ഗാത്രാർത്ഥവസ്തുക്കൾ നിത്യമല്ലെന്ന് അറിഞ്ഞാശു വൈരാഗ്യവും മിഥ്യയായിടും പ്രപഞ്ചം സമസ്തവും നിത്യനാകും ഭഗവാത്മായയാലെന്നും സൃഷ്ടിസ്ഥിതിലയഹേതുക്കളും പിന്നെ കഷ്ടശിഷ്ടങ്ങളിഹ വര വൈരാഗ്യം ഇച്ചൊന്നതെല്ലാം ഭഗവൽ കഥകളെ ഇച്ഛയാ കേൾക്കിൽ അറിവും ഭവിക്കുന്നു സർവകർമ്മങ്ങളും ഭക്ത്യ ഭഗവാങ്കൽ ചൊവ്വോട് നന്നായി സമർപ്പിക്കുകയും പിന്നെ ഹോമിക്കും അഗ്നി ഭഗവാൻ മുഖമെന്നിതാ ആമോദമോടു ഞങ്ങൾക്കുള്ള ശക്തിക്കു തക്കവാറെ യജ്ഞദാനാദി കർമ്മങ്ങൾ ഒക്കെ വിധി പോലെ ചെയ്തും സമർപ്പിക്കാം. ബ്രാഹ്മണൻ തന്മുഖം ക്ഷേത്രജ്ഞനാവര ആത്മാവു തൻ്റെ മുഖമെന്നു കൽപ്പിച്ചും സർവമുഖങ്ങളും ഈശ്വരൻ എന്നതും സർവവും ക്ഷേത്രജ്ഞനാം പരമാത്മാവു വേറെയല്ലെന്നു നനച്ചു കർമ്മങ്ങളും നേരോടെ ചെയ്തു സമർപ്പിച്ചു ആത്മനി പിന്നെ വിശേഷമാസം പക്ഷവും ദിനം പിന്നെ സമയമൃദു വയനങ്ങളും കാലങ്ങളെന്നിവ നോക്കി വിധി പോലെ കാലധർമ്മം പരമാത്മാവിലർപ്പിക്ക പുണ്യസമയം വെറുതെ കളയാതെ പുണ്യകർമ്മങ്ങൾ ഭഗവാങ്കലർപ്പിക്ക. മുഖ്യകാലം മുഖ്യക്ഷേത്രം ഗിരി നദി മുഖ്യതീർത്ഥം മുഖ്യരാജ്യം സ്വദേശവും തന്നെ വത്തനം മറ്റു ശുഭസ്ഥലം തന്നിലിരുന്നു യജ്ഞങ്ങൾ ചെയ്യണമേ. യജ്ഞമനേകം വിധമെന്നിരിക്കലും യജ്ഞങ്ങൾ 5 വിധത്തിലടങ്ങുമേ. മാനുഷ്യവും പൈത്രഭൗത ദൈവ ബ്രഹ്മ എന്നിവ 5 മുഖ്യം ജ്ഞാനയജ്ഞമാവും. ജ്ഞാനയജ്ഞം ബ്രഹ്മയജ്ഞം എന്നാകുന്നു.
ജ്ഞാനേന മുക്തിസിദ്ധാർത്ഥം സമസ്തവും യജ്ഞങ്ങൾ ചെയ്തു ഭഗവാങ്കലർപ്പിക്ക. അജ്ഞാനനാശനത്തിനതു വേണമേ സജ്ജന ദർശനം എപ്പോൾ അതു നേരം. യജ്ഞസമയം സകലം ശുഭം തന്നെ. ജ്ഞാനികൾ വാഴും സ്ഥലത്ത് സർവക്ഷേത്ര നാനാവിശേഷതീർത്ഥങ്ങൾ ഗുണങ്ങളും ശ്രീ ഭഗവാനും വിരിഞ്ചൻ ശിവൻ മറ്റും ദേവാദിമാമുനിമാരുമിരിക്കുമേ. സർവചരാചര ഭൂതാദിയൊക്കെയും കേവലം ജ്ഞാനിയെന്നോർത്തു ബ്രഹ്മാർപ്പണം സർവകർമ്മങ്ങളും ചെയ്യ ഗൃഹസ്ഥന്മാർ. സർവം ഫലമായി വരുമെന്നു നിർണയം. സർവകർമ്മം മഹാവിഷ്ണു ഭഗവാനാല്. വിഷ്ണു ഭഗവാങ്കലർപ്പിക്കയും ചെയ്യ. അഗ്രപൂജയ്ക്കു ദേവർഷി ബ്രഹ്മർഷികളുഗ്രനും ജ്ഞാനിയിലാത്മാവും കൊള്ളാം. സൽഗുരുവിങ്കൽ നാനാർത്ഥവും ഇവ നിർഗുണാത്മാ സർവമെന്നും സമർപ്പിക്ക. അച്യുതൻ തങ്കൽ സമസ്തം സമർപ്പിക്ക. നിശ്ചയം സർവാത്മകൻ ഇവൻ താനല്ലോ. വൃക്ഷമൂലേ വളം വെള്ളവും ചേർക്കോല. വൃക്ഷം സമസ്തം തെളിഞ്ഞു സബലമാം. ആകയാൽ സജ്ജനപൂർവാർച്ചനത്തിൻ്റെ മീതെ മറ്റില്ല സകലം ഫലിക്കുമേ. അടുത്ത ഭാഗം നാളെ.